ശ്രീകണ്ഠൻ നായരുടെ 24 ന്യൂസ് ചാനലിലെ ഹാഷ്മി തൻ്റെ വാചക കസർത്ത് കൊണ്ട് ഒരുപാട് ആരാധകരെ ഉണ്ടാക്കിയെടുത്ത മാധ്യമപ്രവർത്തകനാണ്. മാത്രമല്ല വൈകാരികമായ ചില കാര്യങ്ങൾ അതേ തീക്ഷ്ണതയോടെ തൊണ്ട ഇടറിക്കൊണ്ട് ഹാഷ്മി പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു പോകും. പലപ്പോഴും ബൈഹാർട്ടാക്കിയ പാരഗ്രാഫുകളാണ് ഇദ്ദേഹം വായിക്കുന്നതെന്നും വ്യക്തമാണ്. പലരെയും ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം മുട്ടിച്ച ചാനൽ കോടതിയിലും ഹാഷ്മി തിളങ്ങി നിൽക്കുമ്പോഴാണ് മൈത്രേയനും അശ്വന്ത് കോക്കും ആ പ്രോഗ്രാമിലേക്ക് എത്തുന്നത്. ആദ്യമായി ഹാഷ്മി പകച്ചുപോയതും മൈത്രേയൻ്റെ മുന്നിലാണ്. ഒരു ക്രൂരമായ കൊലപാതകം വളരെ കൂളായി നടത്തിയാണെന്ന് മൈത്രേയൻ ആ സ്റ്റുഡിയോ വിട്ടത്. അതേപോലെ അശ്വന്ത് കോക്കിനെ ഒന്ന് ഇരുത്താൻ നോക്കിയ ഹാഷ്മിക്ക് ഇരുട്ടടിയാണ് തിരിച്ചു കിട്ടിയത്. ഫ്ലവേഴ്സ് ചാനലിലെ സീരിയൽ താരങ്ങളുടെ കൂതറ പരിപാടിയെ കോക്കെടുത്ത് കുടഞ്ഞപ്പോൾ ഹാഷ്മിക്ക് മൗനം പാലിച്ച് ശാന്തനായി നിൽക്കേണ്ടി വന്നു. എന്നാലും ആ ചാനലിലെ മികച്ച അവതാരകൻ അല്ലെങ്കിൽ സ്റ്റാർ അവതാരകൻ അയാൾ തന്നെ ആയിരുന്നു. പക്ഷേ മാധ്യമപ്രവർത്തകൻ എന്ന തരത്തിൽ ഹാഷ്മിക്ക് നൽകിയിരുന്ന എല്ലാ ബഹുമാനവും ഇല്ലാതാക്കുന്നതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തെ വെളുപ്പിക്കാൻ നടത്തിയ ഇൻ്റർവ്യൂ. അതോടെ ഹാഷ്മിയും ആ ചാനലും റേറ്റിംഗിൽ താഴേക്ക് വന്നു തുടങ്ങി. എന്നാൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി കാണുന്നത് പൊതുസമൂഹത്തിന് മുന്നിൽ ഹാഷ്മി പടുത്തുയർത്തിയ ഇമേജ് തകർന്ന് ഇല്ലാതാകുന്ന ഒരു കാഴ്ചയാണ്. മാധ്യമപ്രവർത്തകൻ വെറും കഥാപ്രസംഗം അല്ലെന്ന് ഹാഷ്മി തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം CPM BJP ഡീൽ ആരോപിച്ച് കത്തിക്കയറിയ ഹാഷ്മിയെ സഹപ്രവർത്തക അസിത സഹീർ തെളിവ് സഹിതം പൊളിച്ചടക്കിയപ്പോൾ ദേഷ്യവും വെപ്രാളവും കാരണം അടിമുടി വിറക്കുന്ന ഒരു ഹാഷ്മിയെ നമ്മൾ കണ്ടിരുന്നു. ഇന്നലെ വന്നവൾ എന്നെ ചോദ്യം ചെയ്യാൻ വരരുത് എന്നൊരു തറ ലെവലിലേക്ക് വരെ അദ്ദേഹം എത്തി. സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള കൃത്യമായ നിലപാട്, അത് സൗമ്യമായി പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള മിടുക്ക്, ഇത് രണ്ടും അസിത എന്ന മാധ്യമ പ്രവർത്തകയിൽ കാണാൻ കഴിയും. അതിവൈകാരികത ആവശ്യമില്ലെന്നും വസ്തുതകളുടെയും വിവരങ്ങളുടെയും കൃത്യമായ ഏകീകരണമാണ് വേണ്ടതെന്നും കാര്യങ്ങൾ പറയുമ്പോൾ അതിനോട് അങ്ങേയറ്റത്തെ ഉത്തരവാദിത്വം വേണമെന്നുമുള്ള നിർബന്ധം അവർക്കുണ്ട്. ശബ്ദം ഉയർത്തുന്നില്ല, ശരീരഭാഷ മാറുന്നുമില്ല, ശാന്തമായ ഭാവത്തോടെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും. എന്നാൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അസിതയുടെ ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആണെന്നതാണ്. അതായത് കുറച്ചൊക്കെ രാഷ്ട്രീയ ബോധമുള്ള ആർക്കും ഉത്തരം പറയാൻ കഴിയുന്ന തരത്തിലുള്ളതാണ് അവരുടെ ചോദ്യങ്ങൾ. ആ ചെറിയ ചോദ്യങ്ങൾക്ക് മുന്നിൽ താൻ കെട്ടിപ്പൊക്കിയ ഒരു വലിയ സ്റ്റേജിൽ വസ്ത്രം നഷ്ടപ്പെട്ടതുപോലെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണിപ്പോൾ ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന അവതാരകനുള്ളത്. എന്നാൽ അടുത്ത ദിവസങ്ങളിലായി ഇതേ കാഴ്ച വീണ്ടും ആവർത്തിക്കുമ്പോൾ ചില സംശയങ്ങളും ഉയരുന്നുണ്ട്. ഇത് താഴേക്ക് പോകുന്ന ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാനും പ്രേക്ഷകരെ ആകർഷിക്കാനും മനഃപൂർവ്വം ആ ചാനൽ സെറ്റ് ചെയ്യുന്ന ഒരു ഷോ ആണെന്നാണ് ന്യായമായ സംശയം. കമ്മ്യൂണിസ്റ്റുകാരിയായ ഒരു മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ കോൺഗ്രസ്സുകാരനായ ഹാഷ്മി തേഞ്ഞൊട്ടി എന്നൊക്കെയുള്ള കമൻറ്റുകളും ധാരാളം കാണാം. സംഗതി കഥാപ്രസംഗം നടത്തുമെങ്കിലും ഇതേപോലുള്ള ചെറിയ ചോദ്യങ്ങൾക്ക് എന്താണ് ഹാഷ്മി ഉത്തരം നൽകാത്തതെന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു പ്ലാൻഡ് ഷോ ആണെന്ന് ചിന്തിക്കേണ്ടി വരുന്നത്. റേറ്റിംഗ് കൂട്ടാനുള്ള മറ്റൊരു ശ്രീകണ്ഠൻ നായർ ഷോ അല്ലേ ഇതെന്ന് ആളുകൾ സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനും കഴിയില്ല.